നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിൽ PSCയുടെ ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു ഗൈഡോ തുറന്നിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, ക്ലാസ്സിൽ പോകുന്നു, കറണ്ട് അഫയേഴ്സ് കാണാപ്പാഠം പഠിക്കുന്നു. ഒരു ദിവസം ഒരു ലിസ്റ്റ് നിങ്ങളുടെ ജീവിതം മാറ്റും എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ശരിയല്ലേ? ഈ ഫീലിംഗ് ഞാൻ കംപ്ലീറ്റ്ലി മനസ്സിലാക്കുന്നു. കാരണം ഇത് ഒരാളുടെ മാത്രം കഥയല്ല, കേരളത്തിലെ ആയിരക്കണക്കിന് ആസ്പിറൻസിന്റെ റിയാലിറ്റിയാണ്. ഇപ്പോൾ നമുക്കൊരു സിമ്പിൾ കാര്യം നോക്കാം. നിങ്ങൾ എത്ര എഫേർട്ട് ഇടുന്നുണ്ട്? ഡെയിലി 5 മണിക്കൂർ, ഡെയിലി 6 മണിക്കൂർ, ചിലർക്ക് 8 മണിക്കൂർ വരെ. കൺസിസ്റ്റൻസി ഉണ്ട്, ഡിസിപ്ലിൻ ഉണ്ട്, സാക്രിഫൈസ് ഉണ്ട്. പക്ഷെ റിസൾട്ട് നിങ്ങൾക്ക് അതേ പ്രൊപ്പോർഷനിൽ വരുന്നുണ്ടോ? ഇതൊരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പൊ ചോദിച്ചില്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ തന്നെ സഫർ ചെയ്യും. ഇത് നിങ്ങളുടെ ഫോൾട്ട് അല്ല. നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാത്തത് കൊണ്ടോ ഒന്നുമല്ല. പ്രശ്നം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന സിസ്റ്റത്തിലാണ്. ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു, എക്സാം നടക്കുന്നു, റാങ്ക് ലിസ്റ്റ് വരുന്നു. പക്ഷെ അതിനുശേഷം എന്താണ് അവിടെ സംഭവിക്കുന്നത്? വെയിറ്റിംഗ്, പിന്നെയും വെയിറ്റിംഗ്, വീണ്ടും കൂടുതൽ വെയിറ്റിംഗ്. ചിലപ്പോൾ മാസങ്ങൾ, ചിലപ്പോൾ വർഷങ്ങൾ. ഈ ഫേസ് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ഈ വെയിറ്റിംഗ് പീരിയഡിന് നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ വെക്കാറുണ്ടോ? ഇതാണ് നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന പാർട്ട്. ഞാനൊരു ഓണസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒരു സിംഗിൾ റിസൾട്ടിനായി 3 വർഷം അല്ലെങ്കിൽ 4 വർഷമൊക്കെ വെയിറ്റ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണോ? ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ഉണ്ട്, ഫാമിലിയുടെ എക്സ്പെക്ടേഷൻസ് ഉണ്ട്, ഫ്രണ്ട്സ് ഒക്കെ അവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യം, അത് ബേസ്ഡ് ആയിട്ട് വരുന്ന കമ്പാരിസൺ, ഇതൊക്കെ റിയൽ ആണ്. പക്ഷെ ഇവയെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാറേ ഇല്ല. എന്നാൽ ഇതിനൊരു പാരലൽ വഴിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുമോ? കൃത്യമായ എക്സാം കാലണ്ടർ ഉള്ള, എല്ലാ വർഷവും മുടങ്ങാതെ കൃത്യമായിട്ട് നിയമനം നടക്കുന്ന, സംസ്ഥാന സർക്കാരിനേക്കാൾ മികച്ച ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ഒരു വഴി. ഞാൻ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനെ പറ്റിയിട്ടാണ്, അതായത് SSCയും റെയിൽവേയും. പക്ഷെ നമ്മൾ മലയാളികൾക്ക് ഒരു വലിയ പേടിയുണ്ട്. എക്സാം ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ആയിരിക്കില്ലേ? ഹിന്ദി എനിക്ക് അറിയില്ലല്ലോ, ഇതിൽ മാത്സ് ഭയങ്കര ടഫാണ്. എന്നാൽ ഇത് വെറും ഒരു തെറ്റിദ്ധാരണയാണ്. SSCയുടെ 10th +2 ലെവൽ എക്സാംസ് ഒക്കെ ഇപ്പൊ നിങ്ങൾക്ക് മലയാളത്തിലും എഴുതാം. ഈ കാര്യം നിങ്ങൾക്ക് അറിയോ? അപ്പോൾ ഭാഷ എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല. അതുപോലെ തന്നെയാണ് റെയിൽവേയിലും. റെയിൽവേയിൽ വരുന്ന പല എക്സാംസും ഇപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മലയാളത്തിൽ എഴുതാൻ പറ്റും. ഇനി ഏറ്റവും വലിയ ഒരു സീക്രട്ടും കൂടി ഞാൻ പറയാം. ഇതിനു വേണ്ടി നിങ്ങൾ പുതിയതായിട്ട് ഒന്നും പഠിക്കേണ്ടതില്ല. PSCയുടെ ഡിഗ്രി ലെവലിനോ അല്ലെങ്കിൽ LDCക്കോ ഒക്കെ വേണ്ടി നിങ്ങൾ പഠിക്കുന്ന അതേ മാത്സും മെന്റൽ എബിലിറ്റിയും ജനറൽ അവയർനെസ്സും ഇതൊക്കെ തന്നെയാണ് SSCക്കും RRBക്കും വേണ്ടത്. പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് വർക്ക്, ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ഒരേ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചോദ്യത്തെ അപ്രോച്ച് ചെയ്യുന്ന രീതിയും പിന്നെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സ്പീഡും. PSCയിൽ ഒരു കണക്ക് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ചിലപ്പോൾ 1 മിനിറ്റ് ഒക്കെ എടുക്കുന്നുണ്ടാകും. എന്നാൽ അതേ ചോദ്യം കൃത്യമായ ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് 15 സെക്കൻഡിൽ ചെയ്യാൻ പറ്റും. അത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. എൻ്റെ മാത്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഏത് സെൻട്രൽ ഗവൺമെന്റ് എക്സാമും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. PSC കണ്ടിന്യൂ ചെയ്യും, പക്ഷേ PSC മാത്രം മതിയോ? നിങ്ങളുടെ ഓപ്ഷൻസ് ക്ലോസ് ചെയ്യരുത്. ഒരു വഴി മാത്രം നോക്കാതെ മൾട്ടിപ്പിൾ ഡോസ് ഓപ്പൺ ആക്കി വെക്കും. അതാണ് സ്മാർട്ട് പ്രിപ്പറേഷൻ. നിങ്ങളുടെ ചിന്താഗതി തന്നെ മാറ്റാനുള്ള സമയമാണിത്. വെറും ഒരു കേരള PSC ഉദ്യോഗാർത്ഥി എന്ന ഒരു ലേബലിൽ ഒതുങ്ങാതെ ഒരു ഗവൺമെന്റ് ജോലി ഉദ്യോഗാർത്ഥി ആകുക. PSC തീർച്ചയായിട്ടും എഴുതണം, പക്ഷെ നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും ആ ഒരു ഒറ്റ കാര്യത്തിൽ ഒതുക്കരുത്. PSC പഠനത്തോടൊപ്പം തന്നെ SSCക്കും RRBക്കും അപ്ലൈ ചെയ്ത് തുടങ്ങുക. ഈ ചാനൽ വഴി കേരളത്തിൽ ഇരുന്ന് തന്നെ ഇനി എല്ലാ സെൻട്രൽ എക്സാംസും ക്ലിയർ ചെയ്യാനുള്ള ഷോർട്ട് കട്ട്സും മുൻവർഷ ചോദ്യങ്ങളും കൃത്യമായ സ്ട്രാറ്റജീസും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പെട്ടെന്ന് ഒരു സർക്കാർ ജോലി നേടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇപ്പൊ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത SSC അല്ലെങ്കിൽ RRB എക്സാം എഴുതാൻ ഞാൻ റെഡിയാണ് എന്ന് ഉറപ്പുള്ളവർ താഴെ I am ready എന്ന് കമന്റ് ചെയ്യുക. നമുക്ക് ഈ യാത്ര ഒരുമിച്ച് തുടങ്ങാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.